വിട്ടുമാറാത്ത മൂക്കടപ്പിന് പലതരം ചികിത്സ എടുത്തിട്ടും ഇതൊന്നും ഫലിക്കാത്തതുപോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നാൽ ഇതിൻ്റെ കാരണം നമ്മൾ തന്നെ വരുത്തുന്ന 5 മിസ്റ്റേക്കുകളാവാം. എന്തൊക്കെയാണ് ഈ തെറ്റുകൾ, എങ്ങനെ ഇതിനൊക്കെ പരിഹാരം കണ്ടെത്താം, ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ പെബീത, കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ENT സർജനാണ്. മൂക്കടപ്പിന് പരിഹാരം കാണാൻ ശ്രമിക്കുമ്പോൾ എന്തൊക്കെയാണ് മൂക്കടപ്പിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. OPയിൽ വരുന്ന രോഗികൾ പറയുന്നതനുസരിച്ച് വളരെ കോമൺ ആയിട്ടുള്ള 7 കാരണങ്ങളെ മാത്രമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും കോമൺ ആയിട്ടും പ്രധാനപ്പെട്ടതായിട്ടുമുള്ളത് മൂക്കിലെ അലർജി കാരണം വരുന്ന മൂക്കടപ്പാണ്. എപ്പോഴും മൂക്കിൽ നിന്ന് വെള്ളം പോലെ ഒലിക്കുക, തുമ്മൽ അനുഭവപ്പെടുക, 2 മൂക്കും മാറി മാറി അടയുക, രാത്രി കിടക്കുമ്പോൾ ഉറങ്ങാൻ ബുദ്ധിമുട്ട്, ഇതെല്ലാം അലർജി ഉള്ളവരുടെ പ്രശ്നമാണ്. അപ്പോൾ ഈ അലർജി ഉള്ളവർ അലർജി പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യാത്തത് ഒരു പ്രശ്നമാണ്. അലർജിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകൾ തെറ്റായി ഉപയോഗിക്കുന്നത് ഒരു കാരണമാവാം. പിന്നെയുള്ളത് രണ്ടാമത്തേത് മൂക്കിന്റെ പാലത്തിന്റെ വളവ്. മൂക്കിന്റെ അറകളെ 2 ഭാഗങ്ങളായിട്ട് തിരിക്കുന്ന മൂക്കിന്റെ പാലം എന്ന് വിളിക്കുന്ന ഭാഗം അങ്ങോട്ടോ ഇങ്ങോട്ടോ വളഞ്ഞിട്ടുണ്ടാവാം. അതൊരു C ഷേപ്പിലോ S ഷേപ്പിലോ ഒക്കെ ആവാം. ഇത് മൂക്കടപ്പിനൊരു പ്രധാനപ്പെട്ട കാരണമാണ്. പിന്നെയുള്ളത് അലർജിയും സൈനസൈറ്റിസും ഒക്കെ കാരണം മൂക്കിൽ നിറയുന്ന ദശ അഥവാ മൂക്കിലെ പോളിപ്പുകൾ. മറ്റൊരു കാരണം നമ്മുടെ മൂക്കിന്റെ ഉള്ളിൽ തന്നെ വളരെ നോർമൽ ആയിട്ടുള്ള സ്ട്രക്ചറായ ടർബിനേറ്റുകൾ സാധാരണയിൽ അധികം വലുതായി നിൽക്കുമ്പോൾ ഇത് മൂക്കടപ്പിനൊരു കാരണമാവുന്നു. ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ മൂക്കിന്റെ വളരെ പിന്നിലായിട്ട് അഡിനോയിഡ് എന്ന ഗ്രന്ഥി വലുതായി ബ്ലോക്കായി നിൽക്കുന്ന അവസ്ഥയിൽ മൂക്കടപ്പുണ്ടാവാറുണ്ട്. പിന്നെയുള്ളത് മൂക്കിൽ ഒഴിക്കുന്ന തുള്ളിമരുന്നുകൾ അനാവശ്യമായി ഒരുപാട് തുടരെ ഉപയോഗിക്കുന്നത് മൂക്കടപ്പ് മാറാതിരിക്കാനുള്ള ഒരു കാരണമാണ്. പിന്നെ വളരെ ചെറിയ മൂക്കുള്ളവർക്ക് മൂക്കിന്റെ ഉള്ളിൽ തന്നെയുള്ള നേസൽ വാൽവ് ഏരിയ ബ്ലോക്കായി നിൽക്കുകയാണ്. ഇത് മൂക്കടപ്പിന്റെ ഒരു കാരണങ്ങളിൽ ഒന്നാണ്. അപ്പോൾ ഈ 7 കാരണങ്ങൾ മൂക്കടപ്പ് ഉണ്ടാക്കുന്നു. ഈ മൂക്കടപ്പിന് നമ്മൾ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ നമ്മൾ വരുത്തുന്ന മിസ്റ്റേക്കുകൾ തന്നെ ഇതിന് റിലീഫ് ഇല്ലാത്ത രീതിയിലാക്കിയേക്കാം. ഇതിൽ പറഞ്ഞ കാരണങ്ങളൊക്കെ ഓരോന്നിനെയും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വിശദീകരിക്കുന്ന വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതറിയാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഒന്ന് കാണുകയും ചെയ്യണേ. ഈ മൂക്കടപ്പിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ നമ്മൾ വരുത്തുന്ന 5 തെറ്റുകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തേത്, അലർജി പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാതിരിക്കുക. മരുന്നുകൾ മാത്രമല്ല അലർജിയുടെ കൺട്രോളിന് സഹായിക്കുന്നത്. നമ്മുടെ ബെഡ്ഷീറ്റും പില്ലോ കവറും പുതപ്പുമൊക്കെ ഒരു 4-5 ദിവസം കൂടുമ്പോൾ ചൂടുവെള്ളത്തിൽ തന്നെ കഴുകി വെയിലത്തിട്ട് ഉണക്കാം. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ പെറ്റ്സിനെ ബെഡ്റൂമിനുള്ളിൽ ഒന്ന് കയറ്റാതിരിക്കാം. പിന്നെ കിടക്കുന്ന റൂമിൽ അനാവശ്യമായിട്ട് പൊടി പിടിച്ച് കിടക്കാൻ സാധ്യതയുള്ള ന്യൂസ് പേപ്പേഴ്സ്, ബുക്സ്, ഇത്തരം അനാവശ്യമായിട്ടുള്ള ക്ലട്ടറുകളൊക്കെ ഒഴിവാക്കാം. അലർജിക്ക് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നതും ഈ മൂക്കടപ്പ് മാറാതിരിക്കാനുള്ള കാരണമാണ്. പ്രധാനമായും നേസൽ സ്പ്രേസ് ആണ് അലർജിക്കായിട്ടുള്ള ട്രീറ്റ്മെന്റിന് തരുന്നത്. ഇത് തെറ്റായ ആംഗിളിൽ ഉപയോഗിക്കുന്നതും പിന്നെ മരുന്ന് ഉപയോഗിച്ച ശേഷം എന്ന് വലിക്കുന്നതും ഈ മരുന്ന് വേസ്റ്റ് ആക്കാൻ ഇടയാക്കുന്നു. മൂക്കിലെ മരുന്ന് എങ്ങനെ കൃത്യമായിട്ട് ഉപയോഗിക്കാമെന്ന് വിശദീകരിക്കുന്ന ലോങ് വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തീർച്ചയായും കണ്ടു നോക്കി ശരിയായിട്ടുള്ള രീതിയിൽ മൂക്കിലടിക്കുന്ന സ്പ്രേ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ ഒരു മിസ്റ്റേക്ക് നമ്മൾ വരുത്തുന്നത് മൂക്ക് തുറക്കാനായിട്ട് ഇടയ്ക്കിടെ സൈലോമെറ്റസോളിൻ, ഓക്സിമെറ്റസോളിൻ തുടങ്ങിയ തുള്ളി മരുന്നുകൾ തുടരെ 2-3 മണിക്കൂറുകൾ ഇടവേളകളിട്ട് ഉപയോഗിക്കുന്നു. ഇത് റീബൗണ്ട് കൺജഷൻ എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ എന്ന് നിർത്തുന്നു അന്ന് നമ്മുടെ മൂക്കടപ്പിന് ശരിയായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാവും. ഇത് നിർത്തിയ ശേഷം മൂക്കിൽ സലൈൻ വാഷ് ചെയ്യാം. ഒരു 200 ml വെള്ളം എടുത്ത് ഒരു 1/2 ടീസ്പൂൺ ഉപ്പെടുത്ത് നല്ലവണ്ണം തിളപ്പിച്ചാറിയ ശേഷം മൂക്കിലേക്ക് ഒരു സിറിഞ്ചോ മറ്റോ ഉപയോഗിച്ച് വാഷ് ചെയ്ത് കൊടുക്കാം. ഇതും അലർജിയും മൂക്കടപ്പും ഒക്കെ കുറയാൻ നന്നായി സഹായിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ വരുത്തുന്ന മറ്റൊരു മിസ്റ്റേക്ക്, ജലദോഷവും മൂക്കടപ്പും ഒക്കെ ഉള്ളപ്പോൾ ഫ്ലാറ്റ് ആയിട്ട് കുറേ നേരം കിടക്കുന്നത്. രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് ഒരു 45 ഡിഗ്രി തല ഉയർത്തി വെച്ചാൽ ഈ മൂക്കടപ്പിന് ഒരു നല്ല പരിഹാരം കിട്ടും. 5ാമതായിട്ട് വരുത്തുന്ന മിസ്റ്റേക്ക്, ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുക. നമ്മുടെ മൂക്കിൻ്റെ ഉള്ളിൽ നിന്നും സൈനസിന്റെ ഉള്ളിൽ നിന്നുമൊക്കെ ഏകദേശം ഒരു 1.5 ലിറ്റർ മ്യൂക്കസ് 24 മണിക്കൂറിനുള്ളിൽ പുറത്തേക്ക് വരുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം കുടിച്ചില്ലെങ്കിൽ ഈ കഫം വളരെ കട്ട പിടിച്ച് നമ്മുടെ മൂക്കിൻ്റെ ഉള്ളിലും മൂക്കിൻ്റെ പിന്നിലുമൊക്കെ കട്ടിയായിട്ട് നിൽക്കും.
ഇത് തൊണ്ടയിലേക്ക് ഇറങ്ങിപ്പോവാത്തപ്പോഴാണ് മൂക്കടപ്പുണ്ടാവുന്നത്. അപ്പോൾ ഈ 5 കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ചെയ്യാൻ ശ്രദ്ധിച്ചാൽ മൂക്കടപ്പിന് നല്ലൊരു പരിഹാരം കിട്ടും. ഇത്തരം കാര്യങ്ങളൊക്കെ മുമ്പും പല വീഡിയോസിലായിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുമുണ്ട്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യുക.